ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ലേസിനെസ്, അതായത് മടിയെക്കുറിച്ചാണ്. മടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും വരുന്ന ഒരു അലസത, അല്ലെങ്കിൽ ഒരു നമുക്കന്ന് ചെയ്യണ്ട, ഇതിനെങ്ങനെ നീട്ടി കൊണ്ടുപോവുക എന്നുള്ളത് പ്രോകാസ്റ്റിനേഷൻ എന്നതിന് പറയുന്നത്. അപ്പോൾ ആ മടിയെ നമ്മൾ എങ്ങനെ നമുക്ക് മടിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതായത് ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിലെ വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിനെ ആദ്യം മാറ്റണം. ജസ്റ്റ് തുടങ്ങാം എന്നുള്ളൊരു ചിന്ത അവിടെ വേണം. ജസ്റ്റ് തുടങ്ങാം, നമുക്കൊരു 2 മിനിറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റ്സ് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അതൊരു 2 മിനിറ്റ് ടെക്നിക് എന്ന് പറയും. അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി നടക്കുകയോ നടക്കാതിരിക്കട്ടെ ചെയ്യട്ടെ. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സംഭവം നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരാളെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ജിമ്മിൽ പോകണം അല്ലേ. അപ്പോൾ അയ്യോ നാളെ പോകാം, അല്ലെങ്കിൽ മറ്റന്നാൾ പോകാം, പിന്നെ പോകാം, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇതൊരു വലിയൊരു സംഭവമാക്കി മാറ്റിയെടുക്കാതെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കം, ഒരു 2 മിനിറ്റ് മെത്തേഡ്, 2 മിനിറ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് കാണാം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഒരു തുടങ്ങുക, അത്രമാത്രം. ബാക്കി രണ്ടാമത് വരുവരാഴികൾ അതിനനുസരിച്ച് വന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ സംഭവത്തെ ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ട്. അതിനെ നമുക്ക് വെച്ചാൽ നമുക്കൊരു ചെറിയ ഒരു വളരെ കുഞ്ഞു കാര്യം, ആദ്യം ഒന്ന് കുഞ്ഞ്, അതിലൊരു ഇത് വെക്കുക, അതിലൊരു ചെറിയൊരു ലിമിറ്റ് വെക്കുക. ആ ലിമിറ്റ്, അത് കുഞ്ഞായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഇപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ഒരു ബുക്ക് കണ്ട് പേടിക്കണ്ട. ആദ്യം ഒരു 5 പേജ് മതി, അല്ലെങ്കിൽ ഒരു 2 പേജ് ജസ്റ്റ് തുടങ്ങാം. അങ്ങനെ അതിനെ കുഞ്ഞാക്കാട്ടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു സംഭവം നമുക്ക് ചെയ്യണം, ഭയങ്കര 5-6 മണിക്കൂറുള്ള സംഭവമാണ്. നമുക്കൊരു ½ an hour ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 25 മിനിറ്റ് ചെയ്ത് നോക്കാം, അത്രയും മതി. പിന്നെ നമുക്ക് 5-10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കാം, എന്നിട്ട് പിന്നെ ചെയ്യാം. ഇന്നൊക്കെ പറയുന്ന ഈ ഒരു സജഷൻ നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ കൊടുത്തേ പറ്റൂ, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളിലോട്ട് പോകാൻ ഭയങ്കര പേടിയായിരിക്കാം. ചിലരത് നടത്തും, പക്ഷെ ചിലരത് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഷോർട്ട് ഫോമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇന്നൊരു 10 മിനിറ്റ് ജിമ്മിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്നൊരു ചെറിയ ഷോർട്ട് സ്റ്റോറി നമുക്ക് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഷോർട്ടസ്റ്റ് ഫോമായിട്ട്, എന്താണ് നമ്മൾ പറയാറില്ലേ, പയ്യ കഴിച്ചാൽ നമുക്ക് പനിയും കഴിക്കാമെന്ന് പറഞ്ഞത്, പതുക്കെ അല്ലെങ്കിൽ കുറച്ചായിട്ട് ആ ഒരു സംഭവം മാത്രമേ നമ്മളിൽ വരാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മെയിനായിട്ട് വേണ്ടത് തുടങ്ങുക, അത്രമാത്രം. അതിൻ്റെ ഫെയിലൂറിനെ കുറിച്ചോ അതിൻ്റെ സക്സസിനെ കുറിച്ചോ ഒരു ചിന്തയും നമുക്ക് വേണ്ട. ജസ്റ്റ് നമ്മൾ തുടക്കം, അത്രമാത്രം, ജസ്റ്റ് അത്രയും മാത്രം മതി. മനസ്സിനെ ശാന്തപ്പെടുത്തുക, സമാധാനപ്പെടുത്തുക. നമ്മളെ മനസ്സിന് എപ്പോഴും ഒരു സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, ഓട്ടോ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് അപ്പം കിട്ടുന്ന എനർജി ഉപയോഗിച്ച് നമ്മൾ തന്നെ കൊടുക്കുന്ന ഐഡിയാസാണ്, അല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഇല്ല. നമ്മൾ തന്നെ കൊടുക്കുന്ന ഐഡിയാസും അഭിപ്രായങ്ങളും സജഷനും ഒക്കെ തന്നെയാണ്. അതിലേക്കൊണ്ട് നമ്മൾ വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ ഇടമൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ലേസിനെസ് അല്ലെങ്കിൽ ഈ പ്രോകാസ്റ്റിനേഷനിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പുറത്ത് വരാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.